പശ്ചിമേഷ്യൻ പ്രതിസന്ധി വീണ്ടും രൂക്ഷമാകുന്നതിനിടെ പാകിസ്ഥാൻ നേരിടുന്നത് വലിയ ഭീഷണി. മധ്യസ്ഥ റോളിൽ നിന്ന് യുദ്ധത്തിന്റെ വക്കിലേക്ക് നീങ്ങുകയാണ് പാകിസ്ഥാൻ. യമനിലെ ഇറാൻ അനുകൂല ഹൂതി വിമതർ സൗദി അറേബ്യയ്ക്ക് നേരെ അപ്രതീക്ഷിതമായി മിസൈൽ ആക്രമണം നടത്തിയതാണ് പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കിയത്. ഇതോടെ ഇരു വിഭാഗങ്ങളും തമ്മിൽ കഴിഞ്ഞ 4 വർഷമായി നിലനിന്നിരുന്ന താൽക്കാലിക സമാധാന അന്തരീക്ഷമാണ് തകർന്നത്. സൗദി അറേബ്യയുമായുള്ള ഉഭയകക്ഷി പ്രതിരോധ കരാർ അനുസരിച്ച് സൗദിക്ക് നേരെ ഉണ്ടാകുന്ന ഏത് ആക്രമണവും തങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായി കണക്കാക്കുമെന്നതിനാൽ ഈ പുതിയ സൈനിക നീക്കം പാകിസ്ഥാനെ തർക്കത്തിന്റെ കേന്ദ്രബിന്ദുവിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഹൂതികളുടെ ഈ പ്രകോപനപരമായ നടപടിയെ ശക്തമായി അപലപിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇത് സൗദി അറേബ്യയുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും മേഖലയിൽ സമാധാന ശ്രമങ്ങളെ ഇത് തകിടം മറിക്കുമെന്നും വ്യക്തമാക്കി. സൗദിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ പാകിസ്ഥാൻ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മേഖലയിലെ സമാധാന ചർച്ചകളിൽ ഒരു മധ്യസ്ഥന്റെ പങ്ക് വഹിക്കാൻ ശ്രമിച്ചിരുന്ന ഇസ്ലാമാബാദിന് പുതിയ ഹൂതി ആക്രമണങ്ങൾ വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച അമേരിക്ക ഇറാൻ ധാരണാപത്രം വെറും ഒരു മാസത്തിനുള്ളിൽ തകർന്നതിന് പിന്നാലെയാണ് ഈ പുതിയ സംഘർഷം ഉടലെടുത്തിരിക്കുന്നത്. സൗദി അറേബ്യയ്ക്ക് നേരെ കിടക്കുന്ന ആക്രമണങ്ങൾ തങ്ങളുടെ റെഡ് ലൈൻ ആണെന്നും ഇത് പാകിസ്ഥാൻ നേരെയുള്ള ആക്രമണമായി കണക്കാക്കുമെന്നും ഉയർന്ന സിവിൽ സൈനിക നേതൃത്വം ഇറാനെ ഇതിനകം അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. യമൻ അതിർത്തിയോട് ചേർന്നുള്ള സൗദി മേഖലകളിൽ പാകിസ്ഥാൻ സൈനികരെ വിന്യസിച്ചിട്ടുള്ളതിനാൽ യുദ്ധമുണ്ടായാൽ പാക് സൈന്യം നേരിട്ട് പങ്കാളികളാകേണ്ടി വരും. സാമ്പത്തികമായും ആഭ്യന്തരമായും മറ്റ് പ്രതിസന്ധികൾ നേരിടുന്ന പാകിസ്ഥാന് നിലവിലൊരു യുദ്ധത്തിൽ പങ്കാളികളാവാൻ ഒട്ടും താല്പര്യമില്ലെങ്കിലും സൗദിയുടെ ഔദ്യോഗിക അഭ്യർത്ഥനയുണ്ടായാൽ കരാർ പ്രകാരം സൈനികമായി ഇടപെടാൻ അവർ ബാധ്യസ്ഥനാണ്. ഹൂതികളുടെ ഈ നീക്കം തങ്ങളുടെ പ്രധാന വാണിജ്യ പാതയായ ചെങ്കടലിലെ കപ്പൽ ഗതാഗതത്തെ ബാധിക്കുമെന്ന ആശങ്കയും പാകിസ്ഥാനുണ്ട്. നിലവിലെ ഈ കടുത്ത രാഷ്ട്രീയ അന്തരീക്ഷം കാരണം ഇറാന്റെ ആഭ്യന്തരമന്ത്രി എസ്കന്ദർ മൊമേനിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ പാകിസ്ഥാൻ സന്ദർശനം നിശ്ചയിച്ചതിലും 2 ദിവസത്തോളം വൈകിയാണ് നടന്നത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ധന ഇറക്കുമതിയെയും സൗദി അറേബ്യയുമായുള്ള ദീർഘകാല സുരക്ഷാ ബന്ധങ്ങളെയും ആശ്രയിച്ചു കഴിയുന്ന പാകിസ്ഥാന് മേഖലയിൽ നിഷ്പക്ഷത പാലിക്കുക എന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ കഠിനമായിരിക്കും. സമാധാന ചർച്ചകൾ പൂർണ്ണമായി ഉപേക്ഷിച്ചില്ലെന്ന പാക് വക്താക്കൾ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും സാഹചര്യങ്ങൾ വഷളാവുകയും സൗദി അറേബ്യ സൈനിക സഹായം ആവശ്യപ്പെടുകയും ചെയ്താൽ അവർക്കൊപ്പം ഉറച്ചു നിൽക്കുക എന്ന ശക്തമായ സൂചന തന്നെയാണ് ഇസ്ലാമാബാദ് നൽകുന്നത്. അതേസമയം പാകിസ്ഥാനിൽ നിന്ന് ബലൂചിസ്ഥാൻ സ്വതന്ത്ര പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖല കടുത്ത തകർച്ച നേരിടുന്നതായ റിപ്പോർട്ടുമുണ്ട്. ബലൂചിസ്ഥാനിലൂടെയുള്ള വിതരണ ശൃംഖല തടസ്സപ്പെട്ടതോടെ പാകിസ്ഥാനിലെ പ്രധാന വ്യവസായ കേന്ദ്രമായ പഞ്ചാബിലെ ഉൽപാദന മേഖല സ്തംഭനാവസ്ഥയിലായിരിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ബലൂചിസ്ഥാനിലൂടെ കടന്നുപോകുന്ന ഊർജ്ജ വിതരണത്തെയും അസംസ്കൃത വസ്തുക്കളെ ആശ്രയിച്ചാണ് പഞ്ചാബിലെ വ്യവസായങ്ങൾ പ്രവർത്തിക്കുന്നത്. നിലവിലെ സ്തംഭനാവസ്ഥ തുടരുന്നത് ഒരാൾ യുദ്ധത്തെക്കാൾ വലിയ ആഘാതം പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏൽപ്പിക്കുമെന്ന് പഞ്ചാബിലെ വ്യവസായികൾ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാണ്. ബലൂചിസ്ഥാനിൽ നിന്ന് പഞ്ചാബിലേക്ക് എത്തിച്ചിരുന്ന LNG, കൽക്കരി എന്നിവയുടെ വിതരണം പൂർണ്ണമായും നിലച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇന്ധനവും അസംസ്കൃത വസ്തുക്കളും ലഭിക്കാത്തതിനെ തുടർന്ന് പഞ്ചാബിലെ പല ഫാക്ടറികളും ഇതിനകം തന്നെ അടച്ചുപൂട്ടിയിട്ടുണ്ട്. ഡുക്കി പോലുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ഖനന വിഭവങ്ങളുടെ കൈമാറ്റവും മരവിച്ചിരിക്കുകയാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.